മലപ്പുറത്ത് ഔദ്യോഗികമായ ആഘോഷങ്ങൾ ഒരു കാലത്തും അങ്ങനെ നടന്നിട്ടില്ല. പക്ഷേ ഞാനുള്ളത് പ്രധാന കേന്ദ്രമായ കോട്ടക്കുന്നിലാണ്. ഇവിടെ എല്ലായ്പ്പോഴും എത്തുന്നത് പോലെ ആളുകൾ എത്തുന്നുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ പുതുവത്സര പ്രതീക്ഷകളും എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ 2023 മലപ്പുറത്ത് എത്തുന്നത്. 2024 പൂർണ്ണമായും മലപ്പുറത്തിൻ്റെ കൂടെയായിരുന്നു. വളരെ സ്നേഹം അങ്ങനെ വിരിച്ചു തരുന്ന ആളുകളാണ്. ഇപ്പോഴും ഭക്ഷണമായാലും സ്നേഹമായാലും വയറ് നിറച്ച് തരുന്നു എന്ന് പറയാൻ തന്നെയാണ് എനിക്കിഷ്ടം മലപ്പുറത്തെക്കുറിച്ച്. ഇനിയും അവിടെ നേരത്തെ അർജുനോട് ഡൽഹിയിലെ കാര്യം നിങ്ങൾ ചോദിച്ച പോലെ എനിക്ക് മലപ്പുറത്ത് തന്നെ അങ്ങനെ ഇനി എല്ലാ ന്യൂ ഇയറും ഉണ്ടായാലും വേറെ വിഷമമൊന്നുമില്ല. അത്രമേൽ സ്നേഹം തരുന്ന ആളുകളാണ്. അമ്മേ, എന്താണ് ന്യൂ ഇയർ വരാൻ പോവാണ്, പുതിയ കൊല്ലം 2024 എങ്ങനെയായിരുന്നു? 2025 കടക്കുമ്പോൾ എങ്ങനെയാ? 2024 അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒരുപാട് ടൂർ പോയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസത്തിലാണ് ഹംപി പോയി, അവിടെ ഒരാഴ്ച നിന്നു. പിന്നെ ഇപ്പൊ 2024 ലാസ്റ്റ് ദിവസം ഞങ്ങളൊരു വണ്ടി വാങ്ങിച്ചു. പിന്നെ അപ്പൊ ഇന്നിപ്പോ നാളെ ന്യൂ ഇയർ ആണല്ലോ, അപ്പൊ ആ വണ്ടിയിലാണ് ഞങ്ങൾ ടൂർ വന്നിട്ടുള്ളത്. പ്രായം ചോദിക്കാൻ പാടില്ല, പക്ഷെ നമുക്ക് ഫോർമാലിറ്റി ഒന്നും വേണ്ടത്. എത്ര വയസ്സായി? എനിക്ക് 67 വയസ്സ്. 67 വയസ്സിൽ എന്താ വൈബല്ലേ, വണ്ടി വാങ്ങിയതും ടൂറ് പോയതും ഒക്കെ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിക്കണം. അതാണ് മലപ്പുറത്തിന്റെ ഒരു വൈബും ആ സ്നേഹവും നാട്ടുകാരും ആണ് കേട്ടോ അല്ലേ? എങ്ങനെയുണ്ട് 2024? നല്ലതായിരുന്നു. എല്ലാം കൊണ്ടും ഐശ്വര്യ സമൃദ്ധിയായിരുന്നു. പിന്നെ ഞാനും ഒരുപാട് ടൂർ പോയി, ദുബായിലും ജമ്മു കാശ്മീർ, ഹംപി, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഫാമിലി ആയിട്ട് എല്ലാവരും. പിന്നെ ടീച്ചേഴ്സാണ്. ഷെൽട്ടർ പറഞ്ഞ മലപ്പുറം ഷെൽട്ടർ ഉണ്ട്, അധ്യാപക സംഘടന. അവരുടെ കെയർ ഓഫിൽ ഞങ്ങൾ എന്നും ടൂറാ. ഇടയ്ക്ക് 25 വരുമ്പോ ടൂറ് കുറച്ച് എണ്ണം സ്ഥലം കുറച്ചുകൂടെ കൂട്ടണം അല്ലേ? വേണം, അതാണ്. അങ്ങനെ വലിയ വിപുലമായ പ്ലാനുകളൊക്കെ ഉണ്ടോ? കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു. അത്രേ ഉള്ളൂ. ജീവിതം അടിച്ചു പൊളിച്ച് അങ്ങനെ വൈബായിട്ട് മുന്നോട്ടോ. 25, 26 അങ്ങനെ വരട്ടെ. നമ്മൾ ഫുൾ വൈബായിട്ട് തന്നെ അങ്ങനെ ഉണ്ടാവും അല്ലേ? ഞാനും അങ്ങനെ മലപ്പുറത്ത് ഇങ്ങനെ പോവാ. ഉള്ള വൈബ് നിങ്ങളൊക്കെ വൈബാണ്, നമ്മളീ വൈബ്. അത്രേ ഉള്ളൂ. എൻ്റെ വീട് കോഴിക്കോടാ. പക്ഷെ മലപ്പുറത്ത് വന്നൊരു മലപ്പുറംകാരനെ പോലെ ആയി മാറി. ചേച്ചി, ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ടൂറിന്റെ ഓർമ്മകളൊക്കെ പറയേണ്ട അടിപൊളിയായിരുന്നു, പോസിറ്റീവ് ആണ് പറയുന്നൊക്കെ. അരുൺ എങ്ങനെ ഉണ്ടായിരുന്നു 2024? സെലിബ്രേറ്റ് അവിടെ കുറച്ച് ദിവസത്തിന് ലൈക്ക് ലീവിന് വന്നതാണ് നാട്ടില്. ഇവിടുത്തെ വൈബ് അതൊക്കെ ഇഷ്ടപ്പെട്ടു. അക്ഷയ എന്നോട് ചോദിക്കുകയാണ് എൻ്റെ 2024 എങ്ങനെ ഉണ്ടായിരുന്നു. അക്ഷയ 2024 പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ ഒരു വേദനയാണുള്ളത്. കാരണം വയനാട് ദുരന്തം ഇപ്പോഴും ഞാൻ വളരെ വേദനയോടെ ഉള്ളിൽ വരുമ്പോൾ, വയനാട് ദുരന്തം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എത്തി, നമ്മൾ അതിനോട് മരവിച്ചു പോയ ഒരു അനിശ്ചിതത്വത്തിലായിരുന്നു. അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം, വളരെ അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. അതിനിടയിലും ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ടായി. ഇന്ന് ഉൾപ്പെടെ നമ്മൾ ചെയ്ത വാർത്തയുടെ ഇമ്പാക്റ്റുകളൊക്കെ നമ്മുടെ പരമ്പര പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ കുഞ്ഞു കുട്ടികളൊരാവശ്യം ഉന്നയിച്ചു, MLAക്ക് കത്ത് എഴുതി, നമ്മുടെ റോഡ് വേണമെന്ന് വർഷങ്ങളായുള്ള ഒരാവശ്യം. അത് നമ്മുടെ വാർത്തയിലൂടെ അത് സഫലമായി. MLA കണ്ടു, ഇപ്പോൾ റോഡിൻ്റെ ടാറിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അത്ര സന്തോഷങ്ങളൊക്കെ എനിക്കുണ്ട്. അക്ഷയെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. പാലക്കാട് ഇലക്ഷനും ചേലക്കരയൊക്കെ വന്നപ്പോൾ സന്ധ്യയായിട്ട് ഇങ്ങനെ റീഡിങ്ങിലൊക്കെ വരുമ്പോൾ ലൈവിൽ പല വിശേഷങ്ങളും നമ്മൾ പങ്കുവെച്ചിട്ടുണ്ട്. ഇത്തരം ബന്ധങ്ങളൊക്കെ മുന്നോട്ട് ഇങ്ങനെ ലൈഫിലെ പോസിറ്റീവ് വൈബായി ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. 2024 വയനാട്ടിലെ ദുരന്തം ഉണ്ടാക്കുന്ന റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന അവസ്ഥ, ഒപ്പം തന്നെ അതേസമയം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തകളിലൂടെ ഇടപെടൽ ഉണ്ടാവുകയും അത് സമൂഹത്തിനായിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും അത് ഗുണപ്രദമാകുന്ന രീതിയിൽ ഒരാളുടെ സന്തോഷത്തിന് വഴിവെക്കുന്നു നമ്മുടെ വാർത്തകൾ എന്നുള്ള സന്തോഷം. അതാണ് അരുണിന് 2024.